കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതോടെ ഇ.പി. ജയരാജൻ കോൺഗ്രസുമായി അടുക്കുമോ, കോൺഗ്രസിൽ പുതിയൊരു രാഷ്ട്രീയ ഭാവി കെട്ടിപ്പടുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ ചൊല്ല്. അതിവിടെ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നോക്കാം. ഇ.പി. ജയരാജനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതിൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന് എതിർപ്പില്ലാത്ത പക്ഷം അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഇ.പി.യെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് സംബന്ധിച്ച് താനല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു കെ. സുധാകരന്റെ പ്രതികരണം. എൽ.ഡി.എഫ് മുൻ കൺവീനർ ഇ.പി. ജയരാജൻ ബി.ജെ.പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടിയാണെന്നാണ് പൊതുവെയുള്ള സംസാരം. പിടിക്കപ്പെട്ടപ്പോൾ മുഖം രക്ഷിക്കാൻ സി.പി.എം ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്തി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തൊട്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചയാളാണ് ഇ.പി. ജയരാജൻ. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എടവൻ പുതിയ വീട്ടിൽ ജയരാജനെയും ഒപ്പം കൂട്ടി. ഇ.പി. സർക്കാരിലെയും പാർട്ടിയിലെയും രണ്ടാമനായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വേറെയും മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും കണ്ണൂരിന്റെ സ്വന്തം ജയരാജന് തന്നെയായിരുന്നു രണ്ടാം സ്ഥാനം. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നതായിരുന്നു കഴിഞ്ഞ 3 ദശകത്തോളമായി CPIM-ൽ ഇ.പി. ജയരാജനുണ്ടായിരുന്ന വിശേഷണം. എം.വി. രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഇരുവർക്കുമിടയിൽ ദൃഢമായ ആത്മബന്ധത്തെ കൃത്യതയോടെ അടയാളപ്പെടുത്താൻ കഴിയും. പിന്നീട് ഇ.പി.യുടെ സ്ഥാനം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് CPM രാഷ്ട്രീയം കണ്ടത്. ബന്ധുനിയമന വിവാദത്തിൽ പിണറായി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ഇ.പിക്ക് അവിടം മുതൽ പിഴയ്ക്കുകയായിരുന്നു. മന്ത്രിസ്ഥാനത്തു നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് മന്ത്രി കസേരയിലേക്ക് തിരികെ വന്നെങ്കിലും പഴയതുപോലെ പിണറായിക്ക് പ്രിയപ്പെട്ടവനാകാൻ ഇ.പിക്ക് കഴിഞ്ഞില്ല. വിവാദങ്ങളിൽ സംരക്ഷിച്ച പിണറായി വിജയൻ കൈവിട്ടതോടെ ഇ.പിയുടെ വാക്കുകൾ പാർട്ടിയിൽ ദുർബലമായി തുടങ്ങി. ഇപ്പോൾ കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് ഇ.പി. ജയരാജനെ അപ്രതീക്ഷിതമായി LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. ഇനി പാർട്ടിയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇ.പി. തന്നെയാണ്. രാഷ്ട്രീയ ജീവിതത്തിലെ അധ്യായം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കുമോ, അതോ എല്ലാം സഹിച്ച് CPM-ൽ തന്നെ തുടരുമോ, അതോ തലയിൽ ഉന്നം വെച്ച് തന്നെ തീർക്കാൻ ശ്രമിച്ച് നിറയൊഴിച്ച കോൺഗ്രസിലേക്കോ? ഉറ്റുനോക്കുകയാണ് ഇ.പി. ജയരാജന്റെ തീരുമാനത്തിനായി രാഷ്ട്രീയ കേരളം. SFIയുടെ ആദ്യ രൂപമായ KSF-ലൂടെയാണ് ഇ.പി. ജയരാജൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാവുന്നത്. പ്രീ ഡിഗ്രിക്ക് ശേഷം പോളിടെക്നിക് ഡിപ്ലോമ പഠനത്തിനിടെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. DYFIയുടെ സ്ഥാപക ദേശീയ പ്രസിഡന്റായ ജയരാജൻ തുടർന്ന് CPM-ന്റെ കണ്ണൂർ നേതൃത്വത്തിലെയും സംസ്ഥാന നേതൃത്വത്തിലെയും പ്രധാന മുഖങ്ങളിലൊന്നായി. 1992 മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 10 വർഷം കഴിഞ്ഞ് 2002-ലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായത്. 2005 മുതൽ കേന്ദ്ര കമ്മിറ്റിയിലുമുണ്ട്. എം.വി. രാഘവന്റെ ശിഷ്യരായിട്ടായിരുന്നു പിണറായിക്കൊപ്പം ഇ.പി. ജയരാജന്റെയും കണ്ണൂരിലെ വളർച്ച. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക വക്താവ്. CPM-ൽ ഇ.പി. ജയരാജന്റെ വിശേഷണം അതായിരുന്നു. സഖാക്കൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയോ മൂല്യബോധമോ ഒന്നും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നില്ല. പാർട്ടിക്ക് പുറത്തു മാത്രമല്ല, പാർട്ടിക്കുള്ളിലും ഇ.പിക്ക് പുതുവഴിയുടെ മുഖമായിരുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇ.പി. ജയരാജൻ എന്നും നിറഞ്ഞു നിന്നു. എന്നാൽ ഇന്ന് ഇ.പിയുടെ രാഷ്ട്രീയ ജീവിതത്തിനുമേൽ കറുത്ത മേഘങ്ങൾ മൂടിക്കഴിഞ്ഞു. വിവാദങ്ങളുടെ 2 അക്ഷരമാണ് ഇ.പി. ഓരോ തവണ വിവാദങ്ങളിൽ പെടുമ്പോഴും പിന്തുണച്ചിരുന്ന പിണറായിയും ഇന്ന് കൈയൊഴിഞ്ഞിരിക്കുന്നു. എം.വി. രാഘവനും KR ഗൗരിയമ്മയ്ക്കും ശേഷം കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ നിന്നും മറ്റൊരു വലിയ നേതാവ് കൂടി പടിയിറങ്ങുമ്പോൾ കണ്ണൂർ പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നറിയാൻ കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.